ദുനിയാവിൽ എന്തെല്ലാം താല്പര്യങ്ങളാണ് സ്വർഗത്തിൽ പോകുന്നവര് വേണ്ടാന്ന് വെച്ചത്, എന്തെല്ലാം ആഗ്രഹങ്ങളാണ് വേണ്ടാന്ന് വെച്ചത്. ആ ആഗ്രഹങ്ങളെ പറ്റിയൊക്കെയാണ് അല്ലാഹു തആല ഒറ്റ വാക്കിൽ പറഞ്ഞത്, വനഹൻ നഫ്സ അനിൽ ഹവാ. സ്വന്തം ശരീരത്തെ ആ മോഹങ്ങളിൽ നിന്ന്, താല്പര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തി, മാറ്റി നിർത്തി. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് കരുതിയിട്ടല്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ടല്ല, പടച്ച റബ്ബിന്റെ ഹദ്റത്തിൽ ജയിക്കാനാണ്, ആഖിറത്തിലെത്തുമ്പോ സന്തോഷിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ ജമഅല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ സൃഷ്ടികളെയും ഒരു സ്ഥലത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ, നാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും, ഐന അഹ്ലുൽ ഫളിൽ, മഹത്തുക്കളെവിടെ? ഒരൊറ്റ അനൗൺസ്മെന്റ് വരും, മഹത്തുക്കളെവിടെ? ഫയഖൂമു നാസുൻ വഹും യസീർ, കുറച്ച് ആളുകളതാ എഴുന്നേറ്റ് പോകുന്നു. വിളിച്ചാള അടുത്തേക്ക് പോവുകയാണ്. ഹദീസിൽ തന്നെ പറഞ്ഞു, വഹും യസീർ, അവർ കുറഞ്ഞ ആളുകളാണ്. വേഗത്തിൽ സ്വർഗത്തിലേക്ക് അവർ നടന്നെടുക്കുമ്പോ മലക്കുകൾ വന്ന് വരവേൽക്കും. മലക്കുകൾ ചോദിക്കും, മിന്നാന, പറയും, മിന്നാനറാക്കും സിറാഅൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ദ്രുതഗതിയിൽ പോകുന്നത് കാണുന്നുണ്ടല്ലോ, ആരാണ് നിങ്ങള്? അവര് പറയും, നഹ്നു അഹ്ലുൽ ഫളിൽ, ഞങ്ങളാണ് നേരത്തെ അനൗൺസ്മെന്റിൽ പറഞ്ഞ മഹത്തുക്കള്, മഹാന്മാര്. എന്താ നിങ്ങളെ മഹത്വം? അവര് പറയുന്നു, കുന്നാ ഇദാ ളുലിംനാ സ്വബർനാ. അടിയോ നമുക്ക്, ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കും, സഹിക്കും. കടിയോ കടിയോ കടിയണമെങ്കിലേ ഹവയെ നല്ലോണം ഒതുക്കണം. ഒരാൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ടെത്തണ പറഞ്ഞ് 10 എണ്ണം, ഒരാൾ ഒന്ന് എഴുതിയാൽ തിരിച്ചങ്ങോട്ടെത്തണ ഇതിന്റെ 100 എണ്ണം. ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ സഹിക്കും, അങ്ങനല്ലേ? അന്യായമായിട്ട് ഞങ്ങളോട് വല്ലതും ചെയ്താൽ ഞങ്ങൾ സഹിക്കും, ക്ഷമിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഏറ്റവും വലിയ ദുൽമുണ്ടായത് കുടുംബ